ഇടുക്കിയിൽ സുഹൃത്തിനെ കൊലപ്പെടുത്തിയ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. രാജാക്കാട് സ്വദേശി ബിറ്റാജിനെയാണ് ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. കൂത്തുങ്കൽ സ്വദേശി സനീഷിനെ കൊലപ്പെടുത്തിയ കേസിലാണ് ശിക്ഷ. പൂപ്പാറയിലെ റിസോർട്ടിൽ വെച്ച് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് കൊലപാതകം. 2018 കേസിനാസ്പദമായ സംഭവം. സിജോ വർഗീസ് വിശദാംശങ്ങൾ നൽകും. സിജോ, എന്തായിരുന്നു ഈ കേസിനാസ്പദമായ സംഭവം? ഇപ്പോ വിധി എങ്ങനെയാണ്? ഇപ്പൊ 2018 ഡിസംബറിൽ പൂപ്പാറയിലെ റിസോർട്ടിൽ വെച്ച് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തെ തുടർന്നാണ് ഈ കൊലപാതകം ഉണ്ടാവുന്നത്. ഈ പ്രശ്നം പരിഹരിക്കാനെന്ന പേരിൽ ബിറ്റാജ് സനീഷിനെ റിസോർട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. സുഹൃത്തുക്കൾക്കൊപ്പം റിസോർട്ടിലുണ്ടായിരുന്ന ബിറ്റാജിന്റെ മർദ്ദനത്തെ തുടർന്നാണ് സനീഷ് മരിച്ചതെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. ബിറ്റാജിനെയും സുഹൃത്തുക്കളെയും പ്രതികളാക്കി പോലീസ് കേസെടുത്തെങ്കിലും 2ഉം 3ഉം പ്രതികൾ കുറ്റക്കാരല്ലെന്ന തുടർ വിചാരണയിൽ കോടതി കണ്ടെത്തുകയായിരുന്നു. ഒന്നാം പ്രതി ബിറ്റാജിന് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഈ പിഴയടച്ചില്ലെങ്കിൽ 2 വർഷം കൂടി തടവ് അനുഭവിക്കേണ്ടി വരും. ഈ മൂന്നാർ ഡിവൈഎസ്പി ആയിരുന്ന സനീഷ് ബാബുവിന്റെ മേൽനോട്ടത്തിൽ ചന്തമ്പാറ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഈ വിധി ഉണ്ടായിരിക്കുന്നത്. കേസിലെ പ്രധാന സാക്ഷികൾ വിചാരണ വേളയിൽ കൂറുമാറുകയും ചെയ്തിരുന്നു. എന്നാൽ ശാസ്ത്രീയമായ തെളിവുകളും പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ മൊഴിയും പ്രോസിക്യൂഷൻ നിലപാടുകളുമാണ് പ്രതിക്ക് അർഹമായ ശിക്ഷ ലഭിക്കാൻ ഇടയാക്കിയത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ പ്രതിക്ക് ജീവപര്യന്തം തടവും ശിക്ഷയും ലഭിച്ചു എന്നുള്ളതാണ്. തുടരുക മറ്റൊരു വാർത്തയിൽ കൂടി വിശദാംശങ്ങൾ.